അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ ഒരു വീഡിയോ ഇട്ടായിരുന്നു, അതെല്ലാവരും കണ്ടു കാണും. ഒരു താഴെ കാണുന്ന പേജിൽ എനിക്കൊരു ട്രാൻസ്ഫർ ഓർഡർ അടിച്ച്, ആ ട്രാൻസ്ഫർ ഓർഡർ അടിച്ച് അവിടെ വെച്ചുണ്ടായ ബുദ്ധിമുട്ടിനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ഇങ്ങനെ ഇട്ടിരുന്നു. അവിടെ വെച്ച് തന്നെ എഡിറ്റ് ചെയ്ത് ഇട്ടതാണ്. ട്രാൻസ്ഫർ ചെയ്തിട്ട് പോയ ഓർഡർ. ട്രാൻസ്ഫർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാവോ? ബൈക്ക് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരാൾക്ക് ഓർഡർ കൊടുത്തിട്ട് പോകുന്ന ഒരു ഓപ്ഷനാണ് ഈ ട്രാൻസ്ഫറിങ്. അപ്പോൾ ഒരു ചൊറിയൻ ഒരുത്തനുണ്ട്. അപ്പോൾ അവൻ വന്നിട്ട് അവനെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ കുറേ കമൻറ്റ് ഇട്ടായിരുന്നു. അവനെ പിടിച്ച് ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. കാരണം അത് പാവത്തിന് വല്ല ആക്സിഡൻറ്റും പറ്റി കാണും. ഈ ആക്സിഡൻറ്റ് പറ്റുകയെന്നുള്ളതിന് ഈ ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ അവിടെ കൊടുക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഈ ഒരു ഓപ്ഷൻ. ഇത് കാണാനല്ല ഈ ഓപ്ഷൻ അവരവിടെ വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ട്വിസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഈ ഓർഡർ കൊടുക്കാനുള്ള ഈ ഓർഡർ റമീസിയിലെ ഓർഡറാണ്. കൊല്ലം ചിന്നക്കടയിലെ റമീസിൽ നിന്ന് കിട്ടിയ ഓർഡർ കൊടുക്കാനുള്ളത് പോളയത്തോട്. ആ ഓർഡറും കൊണ്ട് അവൻ പോയത് കല്ലുംതാരം. അവൻ ഓർഡർ ട്രാൻസ്ഫർ ചെയ്തത് തന്നെയാണെന്ന് അവൻ സമ്മതിച്ചിട്ടുണ്ട്. അവൻ കസ്റ്റമറെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അടുത്ത ആൾ ഓർഡറായിട്ട് വരുമെന്ന്. ആ കസ്റ്റമർ സംസാരിക്കുന്ന ഓഡിയോ ക്ലിപ്പ് ഇതിൻ്റെ ആഡ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും വലിയ തെളിവുണ്ട് അവൻ ഓർഡർ ട്രാൻസ്ഫർ ചെയ്ത് അവനൊരു കുരുവും പറ്റിയിട്ടില്ല എന്നുള്ളത്. കേൾക്കാൻ സമയമില്ലായിരുന്നു, പറയുമ്പോൾ തന്നെ പെട്ടെന്ന് സ്പീഡായിരുന്നു. എന്നിട്ട് അത് പിന്നെ ഇനി നിങ്ങൾ അടുത്ത ആളോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇതിലാണ് പിന്നെ ഫോൺ കട്ട് ചെയ്തത്. ഞാൻ ചൊറിയൻ തവള പറഞ്ഞ കണക്ക് ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ ഓർഡർ ക്യാൻസൽ ആക്കിയാണ് ചെയ്യുന്നത്, അല്ല ഓർഡർ ട്രാൻസ്ഫർ ചെയ്യുകയില്ല. അവനൊരു കുരുവും പറ്റിയിട്ടില്ല, അവൻ ഓർഡർ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ള കാര്യം അവൻ കസ്റ്റമറോട് സമ്മതിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ അടുത്ത ആൾ ഓർഡറായിട്ട് വരുമെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അടുത്ത ആൾ ഓർഡറായിട്ട് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ള സംഭവം. ബൈക്ക് ഇഷ്യൂ എടുക്കുമ്പോഴേക്കും ഓർഡർ ട്രാൻസ്ഫർ ആവും. അവൻ നിൽക്കുന്ന ലൊക്കേഷൻ പ്ലേസ് ആവും. നമ്മൾ അവിടെ പോയിട്ട് ഞാൻ കളക്ട് ചെയ്യാനായിട്ട് ആ ലൊക്കേഷൻ ചെല്ലുന്നു, ഇവനെ കാണുന്നില്ല, ഇവനെ വിളിക്കുന്നു, ഫോൺ എടുക്കുന്നില്ല, ഒരനക്കവും. എനിക്ക് ഒരു കസ്റ്റമർ സൈഡിൽ നിന്ന് ഒരു സപ്പോർട്ടും ഇല്ല. അവസാനം കസ്റ്റമർ ക്യാൻസൽ ആയപ്പോഴാണ് എൻ്റെ ഫോണിൽ നിന്ന് ഓർഡർ പോയത്. അങ്ങനെയാണ് ഞാൻ വീട്ടിൽ പോയത്. എനിക്കുണ്ടായ നഷ്ടം എന്ന് പറഞ്ഞാൽ 245 രൂപയാണ്. എനിക്ക് 17 ഓർഡറിൻ്റെ ഇൻസെൻറ്റീവാണ് എനിക്ക് പോയത്. കാരണം വെച്ചാൽ ആ ഒരു ഓർഡറും പിടി എനിക്ക് അടിച്ച അവസാനം ഈ 16ാമത്തെ ഓർഡറിൽ നിന്നപ്പോൾ 17ാമത്തെ ഓർഡറാണ് ഈ പഴനാറിയുടെ ഓർഡർ എനിക്ക് അടിക്കുന്നത്. നിങ്ങൾ തന്നെ പറ, ഇത്രയും ചെറ്റ പരിപാടി കാണിച്ച് ഇവൻ്റെ ID ബ്ലോക്ക് ആക്കണ്ടേ?